എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 18 വർഷമായി കാശ്മീർ മുതൽ ഇങ്ങോട്ട് 7-8 സംസ്ഥാനങ്ങളിൽ 53-ലധികം സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആളാണ്. ആ നിലയിൽ അൽഹംദുലില്ലാഹ് കേരളത്തിന് പുറത്ത് ഒരുപാട് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരം യാത്ര ചെയ്യുകയും സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ യഥാർത്ഥത്തിൽ ഓരോ ദിവസം കഴിയുമ്പോഴും വളരെ പരിതാപകരമായി മുന്നോട്ട് പോവുകയാണ്. SIR എന്നത് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. വിദ്യാസമ്പന്നരായ കേരളക്കാരായ നമ്മൾ തന്നെ ആ വിഷയത്തിൽ പലപ്പോഴും വളരെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അത് ഫില്ല് ചെയ്യുന്നതിനും സമർപ്പിക്കുന്നതിനും ഒരുപാട് സംശയങ്ങളും അങ്ങനെയൊക്കെ കേരളീയരായ നമുക്ക് തന്നെ അത്ര പ്രയാസമുണ്ടെങ്കിൽ അക്ഷരാഭ്യാസം പോലുമില്ലാത്ത, ലോകത്തെക്കുറിച്ചൊരു വിവരവുമില്ലാത്ത, രാഷ്ട്രീയത്തെക്കുറിച്ചൊരു ബോധവുമില്ലാത്ത മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ SIR പ്രകാരം പട്ടിക പൂർത്തിയാക്കിയ പല സംസ്ഥാനങ്ങളിലും ദശലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളാണ് പുറത്തായിട്ടുള്ളത്. ഇനി നാളെ അവരുടെ ജീവിതം ഈ രാജ്യത്ത് എന്തായിരിക്കും എന്നത് വലിയ ഒരു ആശങ്കയാണ്. അല്ലാഹു ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് മുഴുവനും രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൻ്റെയൊക്കെ ഈ ഒരു അവസ്ഥ അവിടൊക്കെ വരാനുണ്ടായ കാരണം എന്താണെന്ന് യഥാർത്ഥത്തിൽ ചോദിച്ചാൽ ആവശ്യമായ വിദ്യാഭ്യാസമില്ലാത്തത് തന്നെയാണ് അതിൻ്റെ മൂല കാരണം. വിദ്യാഭ്യാസം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്രമാത്രം മുസ്ലിമീങ്ങൾ പിന്നോട്ടായി പോയതിന് എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു വ്യക്തമായ കാരണമാണ്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനമുണ്ടായ സമയത്ത് ഇന്ത്യയിൽ നിന്ന് മുസ്ലിമീങ്ങളൊക്കെ പാകിസ്ഥാനിലേക്കും അവിടുന്ന് ഹിന്ദുക്കളൊക്കെ ഇന്ത്യയിലേക്കും ഒരു പലായനം ചെയ്തിട്ടുണ്ട്. അന്ന് ഈ സോഷ്യൽ മീഡിയയും വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലല്ലോ. ഇങ്ങനെ കേട്ടുകേൾവിയാണ്. ഇന്ത്യ രണ്ടാകുന്നു, ഇന്ത്യ ഹിന്ദുക്കൾക്കും പാകിസ്ഥാൻ മുസ്ലിമുകൾക്കുമായി മാറുന്നു എന്ന ഒരു കേൾവി ഇങ്ങനെ കേട്ടപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നല്ല സമ്പന്നരും നേതൃഗുണമുള്ളവരും പൈസ ഉള്ളവരും വിവരമുള്ളവരും ഒക്കെ ആയ പണ്ഡിതന്മാരും ഒക്കെ ഈ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കാൻ കപ്പാസിറ്റി ഉണ്ടായിരുന്ന ആളുകളൊക്കെ അന്ന് പറ്റുന്ന രൂപത്തിലൊക്കെ പാകിസ്ഥാനിലേക്ക് പോയി. ഇനി ഇവിടെ നിന്നാൽ നമുക്ക് നാളെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് തോന്നിയിട്ട് പിന്നെ ഇവിടെ ആരാ ശേഷിച്ചതെന്ന് ചോദിച്ചാൽ അങ്ങനെ പോകാനുള്ള ക്യാഷോ അറിവോ കപ്പാസിറ്റിയോ ഒന്നും ഇല്ലാത്ത മുസ്ലിമീങ്ങളിലെ സാധുക്കളായവർ ആ സംസ്ഥാനത്തൊക്കെ ബാക്കിയായി. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന് ശേഷം ആ സംസ്ഥാനങ്ങളിൽ മുസ്ലിമീങ്ങൾക്കൊരു നല്ല നേതൃത്വം ഉണ്ടായില്ല. അവർക്ക് വേണ്ട പോലെ സ്ഥാപനങ്ങൾ ഉണ്ടായില്ല, സംവിധാനങ്ങൾ ഉണ്ടായില്ല, വിദ്യാഭ്യാസം കൊടുക്കാൻ ആളുണ്ടായില്ല. നമ്മുടെ കേരളത്തിൽ അൽഹംദുലില്ലാഹ് എന്തൊക്കെ പറഞ്ഞാലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചിലപ്പോൾ പല പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. എങ്കിൽ പോലും എല്ലാവരും മത്സരിച്ച് സ്ഥാപനങ്ങളും മദ്രസകളും പള്ളികളും കോളേജുകളും ഒക്കെ ഉണ്ടാക്കിയപ്പോൾ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നിലയിലും വിദ്യാഭ്യാസം കിട്ടാനുള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ടായി. അത് നമ്മുടെ ഒരു വലിയ നേട്ടമാണ്. അതേസമയം അവിടെ മതപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒന്നും മുസ്ലിമീങ്ങൾക്ക് നേതൃത്വമില്ല, സാമ്പത്തികമില്ല, വിദ്യാഭ്യാസമില്ല, ഒന്നുമില്ല. അങ്ങനെ കിടന്ന ആ മുസ്ലിമീങ്ങൾ സാധുക്കൾ ഇന്ന് ഈ ഒരു നിയമപ്രശ്നത്തിൽ കുടുങ്ങിയിട്ട് വഴിയാധാരമായി കിടക്കുകയാണ്. അല്ലാഹു എന്തെങ്കിലുമൊക്കെ ഒരു കാവലിൻ്റെ വഴി തുറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് അവർക്കൊക്കെ വേണ്ടിയിട്ട് ദുആ ചെയ്യാം. ഇലക്ഷൻ വോട്ടവകാശം ഇല്ലാതായി പോകുന്നു, പാസ്പോർട്ടിന് അവകാശമില്ലാതായി പോകുന്നു, ഭൂസ്വത്തിന് അവകാശമില്ലാതായി പോകുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ അനന്തര ഫലമായിട്ട് വരാൻ പോകുന്നത്. ദശലക്ഷക്കണക്കിന് ആളുകളാണ് പുറത്തായിരിക്കുന്നത്. അല്ലാഹു അവരെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അത്തരം സംസ്ഥാനങ്ങളിലൊക്കെ സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. പുതിയ തലമുറ അൽഹംദുലില്ലാഹ് നന്നായി ദീനും ദുനിയാവും ഒക്കെ പഠിച്ച് വളരുന്നുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ ഇവർ മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും പഞ്ചാബിലും ഹരിയാനയിലും കാശ്മീരിലും തിരിച്ചു വരുമ്പോൾ ആന്ധ്രയിലും കർണാടകയിലും ഒക്കെയുള്ള നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടങ്ങളിലൊക്കെ താമസിച്ചൊക്കെ ഇവിടെ എത്താൻ പറ്റി. അപ്പോൾ ആ ഒരു സ്നേഹവും ബന്ധവും അൽഹംദുലില്ലാഹ് അതിൻ്റെ ഒരു സന്തോഷത്തിൽ അലീക്ക കഴിഞ്ഞ ദിവസം അവരുടെ വീട്ടിലും ഇന്ന് സുബൈർക്ക ഈ വീട്ടിലും നമ്മളെ ഒന്ന് ഒരുമിച്ച് കൂട്ടിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ദീനിൻ്റെ മാർഗത്തിലായി സന്തോഷവും സ്നേഹവും ഒക്കെ നിലനിർത്തി തരുമാറാവട്ടെ. നമുക്ക് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നേരിടുന്ന പ്രതിസന്ധികളിൽ അള്ളാഹു വലിയ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. ഞാൻ ബേസിക്കലി കൊല്ലം ജില്ലക്കാരനാണെങ്കിലും ഇപ്പോൾ ഈ നാട്ടുകാരനാവുകയാണ്. എല്ലാവരും ഏകദേശം എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാകും. വെള്ളൂരിൽ ആ വളവിൽ വീട് വെക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് താമസം മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആശങ്കയൊക്കെ ഉണ്ടാവും. സ്വന്തം കുടുംബവും കൂട്ടുകാരും ജനിച്ചു വളർന്ന എല്ലാ സംവിധാനങ്ങളും അവിടെ ആയിരിക്കുമ്പോൾ വേറൊരു നാട്ടിലേക്ക് വരുന്നത് ഈ പ്രവർത്തനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ നാട്ടിലേക്ക് മാറി താമസിക്കാൻ തീരുമാനിച്ചത്. ഇവിടെ തടപ്പറമ്പിലുള്ള 30 വർഷം പഴക്കമുള്ള ഉമ്മുൽ ഖുറ എന്ന പേരിലുള്ള സ്ഥാപനം ഈ വിനീതനായ എന്നെ ഏൽപ്പിച്ചിട്ട് 2-3 വർഷമായി. അപ്പോൾ ഇന്ത്യ മുഴുവൻ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായിട്ട് ഇന്ന് ആ സ്ഥാപനത്തെ നമ്മൾ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ വീടായാൽ പ്രവർത്തനം കൂടുതൽ എളുപ്പമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് വെള്ളൂരിൽ സ്ഥലമെടുത്ത് വീട് വെക്കാൻ ആരംഭിച്ചു. അൽഹംദുലില്ലാ പണി തീരാറായി. അപ്പോൾ ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ കാര്യമായ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. ഒരു മലേഷ്യൻ യാത്രയിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന പ്രിയപ്പെട്ട നാസർക്ക അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ അവിടെ വന്ന് സ്ഥലമെടുത്തു വീട് പണി തുടങ്ങി. അൽഹംദുലില്ലാ ഒരു കാര്യം ബോധ്യമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചിരിക്കുന്നത് വളരെ നല്ല ഒരുപാട് നല്ല മനുഷ്യരുടെ ഇടയിലേക്കാണ് എന്ന ഒരു സന്തോഷമുണ്ട്. ഞാനിപ്പോൾ വീട് പണി നടക്കുന്നെങ്കിലും അധികം ഇവിടെ ഉണ്ടാകാറില്ല, പുറത്തൊക്കെയാണ് ഉണ്ടാവാറ്. എങ്കിൽ പോലും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും വളരെ സ്നേഹത്തോടു കൂടി ഈ നാട്ടുകാരാണ് നിർവഹിക്കുന്നത്. ഈ നാട്ടുകാരതിൻ്റെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നു. വളരെ സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഒരു നാടായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ ഈ നാടിനെ നിലനിർത്തി തരുമാറാവട്ടെ. നമുക്കിനി ഒരുപാട് യാത്രകളൊക്കെ ചെയ്യണം. ഈ കൂട്ടത്തിലുള്ള എല്ലാവരെയും ഇവരൊക്കെ യാത്ര ചെയ്തതുപോലെ ഒന്ന് അങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. യാത്രകളിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചറിയാൻ മനസ്സിലാക്കാനൊക്കെ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഒന്ന് ഫാത്തിഹ ഓതി